ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടകത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ ഋതുവിനാണ് കുത്തേറ്റത്. ശക്തമായ മഴയിൽ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. മാള വട്ടക്കോട്ടയിലും മേലൂരിലുമാണ് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നത്. ബിവറേജ് കോർപ്പറേഷന്റെ ചാലക്കുടി ഔട്ട്ലെറ്റിൽ മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും 41,000 രൂപയുടെ വിദേശ മദ്യക്കുപ്പികളും കവർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 33 വയസ്സുള്ള ഋതുവിനാണ് കുത്തേറ്റത്. ഷോൾഡറിൽ കുത്തേറ്റ ഋതുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് പൊങ്കത്ത് നിന്ന് പിടികൂടി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് നിന്ന് കൊടകരയിലേക്ക് മെറ്റലുമായി വന്ന ഋതുവിന്റെ ടോറസിൽ ആമ്പല്ലൂർ അടിപ്പാതയ്ക്ക് സമീപം അജ്മലിന്റെ ലോറി ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. പിന്നീട് മുന്നോട്ടെടുത്ത ടോറസിന് കുറുകെ ലോറി നിർത്തി പുറത്തിറങ്ങിയ അജ്മൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഋതുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും തടഞ്ഞു. ഇതുകണ്ട് നാട്ടുകാർ ഓടിയെത്തി ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജ്മൽ ലോറിയിൽ നിന്ന് കത്തിയെടുത്ത് ഋതുവിനെ കുത്തുകയായിരുന്നു. 4 തവണ ഷോൾഡറിൽ കുത്തിയ ഇയാളെ നാട്ടുകാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ലോറിയെടുത്ത് രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, പുതുക്കാട്. ശക്തമായ മഴയിൽ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. മാള വട്ടക്കോട്ടയിലും ചാലക്കുടി മേലൂരിലുമാണ് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നത്. മാള വട്ടക്കോട്ടയിലാണ് കിണറും റോഡും ഇടിഞ്ഞു താഴ്ന്നത്. മേലൂരിൽ കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മാളയിൽ 5ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയോടൊപ്പം കിണറിന്റെ ഒരു ഭാഗത്തെ കെട്ടടക്കം കിണറിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. കിണറിനോട് ചേർന്ന വഴിയും ഇടിഞ്ഞതോടെ സ്വന്തം വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. വെളുത്ത കടവുകാരൻ ഐഷാബി യൂസഫ്, ബിജു മഠത്തിപ്പറമ്പിൽ, സന്തോഷ് പറക്കുളത്ത് എന്നിവരുടെ വീടുകളിലേക്കുള്ള വഴിയാണ് തകർന്നിരിക്കുന്നത്. സമീപത്തെ വീട്ടുകാരുടെ മതിൽ പൊളിച്ചു മാറ്റിയാണ് ഈ വീടുകളിലുള്ളവർ റോഡിലേക്ക് ഇറങ്ങുന്നത്. ഇവരോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് TK കുട്ടനും സ്ഥലത്തെത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽ അനുഗ്രഹം ലിങ്ക് റോഡ്, ഇവിടെ ഏറ്റവും മാള പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കണ പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള 3 വീടുകളാണ്. ഇവരുടെ വഴിയടക്കമുള്ള ഭാഗം കിണറിലേക്ക് ഇടിഞ്ഞു താണ്. വളരെ ദുഃഖകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മഴ നിൽക്കാത്ത സാഹചര്യത്തിൽ ഇനിയും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇവർ ബന്ധുവീടുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടുകാർ ഓൾറെഡി പോയി കഴിഞ്ഞു, മറ്റു 2 വീട്ടുകാർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശക്തമായ മഴയിൽ മേലൂർ പഞ്ചായത്ത് ശാന്തിപുരത്ത് നെറ്റിക്കടൻ ജോസ് തങ്കമ്മയുടെ വീട്ടുപറമ്പിലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണർ ഇടിഞ്ഞു. കിണറിന്റെ പരിസരത്തുണ്ടായ മോട്ടോർ ഷെഡും മോട്ടറും കിണറിലേക്ക് പതിച്ചു. രാവിലെ പറമ്പിൽ വന്നിരുന്ന തൊഴിലാളിയാണ് ഇത് കണ്ടത്. വർഷങ്ങളായി കാർഷികാവശ്യത്തിനായി ഉപയോഗിക്കുന്ന കിണറാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അയൽപക്കത്തെ നെറ്റിക്കാടൻ തോമസ് ജോസ്മോന്റെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണർ ഇടിഞ്ഞത്. മീഡിയ ടൈം, മാള, ചാലക്കുടി. ബിവറേജ് കോർപ്പറേഷന്റെ ചാലക്കുടി ഔട്ട്ലെറ്റിൽ മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും 41,000 രൂപയുടെ വിദേശ മദ്യക്കുപ്പികളും മോഷ്ടാവ് കവർന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ബിവറേജിന്റെ 1-ാം നിലയിലെ പ്രീമിയം കൗണ്ടറിലാണ് മോഷണം നടന്നത്. ജീവനക്കാർ ചാലക്കുടി പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യവും മേശയിൽ സൂക്ഷിച്ചിരുന്ന തുകയും നഷ്ടപ്പെട്ടതായി കണ്ടത്. സ്ഥാപനത്തിന്റെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം മറച്ച നിലയിലാണ്. സ്ഥാപനത്തിനകത്തെ 4 CCTV ക്യാമറകൾ തകർത്ത നിലയിലാണ്. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. നിർത്തിയിട്ടിരുന്ന തടിലോറിക്ക് പിറകിൽ ബൈക്കിടിച്ചു ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു.
ദേശീയപാത പോട്ട പെട്രോൾ പമ്പിന് സമീപം വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. കൊടകര പേരാമ്പ്ര ചേർപ്പ് കളരിക്കൽ പ്രസന്നന്റെ മകൻ കീർത്തി സി പ്രസാദാണ് മരിച്ചത്. ശക്തമായ മഴയിലും കാറ്റിലും അന്നമനട പൂവത്തുശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു. പൂവത്തുശ്ശേരി കണ്ണമ്പുഴ ലാലി ജോസഫിന്റെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന EK ദിവാകരൻ പോറ്റിയുടെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണവും സ്മാരക പ്രഭാഷണവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഖാദിയുടെ പ്രചാരണാവലിലും വിദേശ വസ്ത്ര ബഹിഷ്കരണ ആത്മാന പ്രസ്ഥാനത്തിലും മദ്യവർജന പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ ദിവാകരൻ പോറ്റി മരിച്ചിട്ട് 20 വർഷക്കാലത്തിന് ശേഷവും ഓർമ്മകളിൽ ഇങ്ങനെ സജീവമായി സഞ്ചരിക്കപ്പെടുന്നത് ജീവിതകാലങ്ങളുടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യബോധത്തോടുകൂടിയുള്ള സാമൂഹ്യ പ്രവർത്തനമായിരുന്നു എല്ലാവർക്കും. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം ഹിന്ദി പ്രചാരകനായി 1960 മുതൽ 73 വരെ ഹൈസ്കൂൾ അധ്യാപകനായി പൊതുപ്രവർത്തന രംഗത്ത് യോഗക്ഷേമ സഭ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളിലൂടെ നിർദ്ദേശം ചെയ്ത CK ദിവാകരനെ കുറിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ആദ്യവും പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ ഘട്ടത്തിൽ കർഷക പ്രക്ഷോഭത്തിലും ഐക്യ കേരള പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിച്ചൊരു അനുഭവം കൂടി വ്യക്തിഗതമായി ചരിത്രത്തിലേക്ക്. PN ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. R രാജഗോപാൽ സ്മാരക പ്രഭാഷണം നടത്തി. EK ദിവാകരൻ പോറ്റി പുരസ്കാരം AK റിയാസ് മുഹമ്മദിനു വേണ്ടി മക്കൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ED ഡേവിസ്, KR ജോജോ, I ബാലഗോപാൽ, വടക്കേടത്ത് പത്മനാഭൻ, ബാബു പടിയത്ത്, PK കിട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാമികയുടെ വായനശാലയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയും വായനശാലയ്ക്കുള്ള പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം I ബാലഗോപാലനും നിർവഹിച്ചു. സൗജന്യ കാർഷിക വൈദ്യുത കണക്ഷനുള്ള സർചാർജ് കർഷകരിൽ നിന്നും ഈടാക്കാനുള്ള KSEB നടപടികൾ അവസാനിപ്പിക്കുന്നതിനും സൗജന്യ വൈദ്യുതി വിതരണം തടസ്സം കൂടാതെ നടത്തുന്നതിനും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ മാള വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. നാഗപട്ടണം സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ കിസാൻ സഭ രാജ്യവ്യാപകമായ കർഷക പ്രക്ഷോഭം കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2026 ജനുവരിയിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക് 1 ലക്ഷം കർഷകരെ പങ്കെടുപ്പിച്ചൊരു മാർച്ച് നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ആ മാർച്ചിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് പത്രം വായിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രിട്ടനും ഇന്ത്യയും തമ്മിലൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ്. പക്ഷെ ഇന്ത്യയെ പോലെ ഒരു കാർഷിക രാജ്യത്തിന് ദ്രോഹപരമായ നടപടിയാണ് ഈ കരാറിലൂടെ എല്ലാം ഉണ്ടാകാൻ പോകുന്നത്. മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്ര ബാബു മണ്ഡലം തല അംഗത്വ വിതരണം VM ചന്ദ്രബോസിന് അംഗത്വം നൽകി ഉദ്ഘാടനം ചെയ്തു. VM വത്സൻ, സുരേഷ് കോച്ചേരി, CN സുധാർജുനൻ, MK ബാബു, TN വേണു, TK ഗോപി എന്നിവർ പ്രസംഗിച്ചു. അന്നമനട പാലിശ്ശേരി SNDP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് പ്രത്യേകം വർക്ക്ഷോപ്പ് നടത്തി അവരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശപ്രകാരം ജൂലൈ 20 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജ്യോതിശാസ്ത്രവും അതോടൊപ്പം തന്നെ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ
പ്രാധാന്യം കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബഹിരാകാശ യാത്ര അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ശാസ്ത്രദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുന്നത്. സ്കൂൾ മാനേജർ MS ഗോപി അധ്യക്ഷത വഹിച്ചു. ഇല്യാസ് പെരിയമ്പലം ക്ലാസിന് നേതൃത്വം നൽകി. ഹെഡ് മിസ്ട്രസ് ED ദീപ്തി, വാർഡ് മെമ്പർ മഞ്ജു സതീശൻ എന്നിവർ സംസാരിച്ചു. MES അസ്മാബി കോളേജിലെ NSS വോളണ്ടിയർ മുഹമ്മദ് ആദിലിന് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 50 NSS വോളണ്ടിയർമാരിൽ ഒരാളാണ്. രക്ഷിതാക്കളോടൊപ്പം ആദിൽ പരിപാടിയിൽ പങ്കെടുക്കും. MES അസ്മാബി കോളേജിലെ മനഃശാസ്ത്ര വിഭാഗത്തിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ആദിൽ ഇപ്പോൾ ഹരിയാനയിൽ വെച്ച് നടക്കുന്ന നാഷണൽ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളുടെ പ്രദർശനം നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നടത്തുന്ന ദേശീയ പോഷകാഹാര ദൗത്യത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചെറുധാന്യങ്ങൾ, ഇലക്കറികൾ, പരമ്പരാഗത പലഹാരങ്ങൾ മുതലായി പല വിഭവങ്ങളുടെ പ്രദർശനം നടന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തം ഉണ്ടായി. PTA പ്രസിഡന്റ് TP മഹേഷ്, വൈസ് പ്രസിഡന്റ് TA നൌഷാദ്, ഹെഡ് മിസ്ട്രസ് മണി P എന്നിവർ ചേർന്ന് പ്രദർശന ഉദ്ഘാടനം നടത്തി. അധ്യാപകരായ സുപ്രിയ MS, ലക്ഷ്മി, തുളസി, സിജി, അഷിത, ഷിഹാബ്, ബിന്ദു, സ്കൂൾ കുക്ക് സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വന്തമായി പാചകം ചെയ്ത സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ടാണ് പല മിടുക്കന്മാരും മിടുക്കികളും എത്തിയത്. ഓട്സ്, അവൽ, കുക്കീസ്, ശംഖുപുഷ്പത്തിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഇഡലി മുതലായ പുതിയ ഭക്ഷണങ്ങളും, റാഗിപ്പുട്ട്, ഉലുവ ഉണ്ട, പോഷകസമ്പുഷ്ടമായ ചെറുപയർ ഉണ്ട, കപ്പപ്പൂട്ട്, കപ്പയും കാന്താരിമുളകിൻ്റെ ഉൾപ്പെടെ വിവിധതരം ചമ്മന്തികളും ചെറുധാന്യങ്ങൾ കൊണ്ടുൾപ്പെടെ ഉണ്ടാക്കിയ പലതരം അടകൾ തുടങ്ങി നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളാണ് കുട്ടികൾ പ്രദർശനത്തിന് എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ ഋതുവിനാണ് കുത്തേറ്റത്. ശക്തമായ മഴയിൽ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. മാള, വട്ടക്കോട്ടയിലും മേലൂരിലുമാണ് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നത്. ബിവറേജ് കോർപ്പറേഷന്റെ ചാലക്കുടി ഔട്ട്ലെറ്റിൽ മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും 41,000 രൂപയുടെ വിദേശ മദ്യക്കുപ്പികളും കവർന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.